മീൻകറി എപ്പോഴും നമ്മുടെ വീക്ക്നെസ്സാണ്. മീനായിട്ട് നമുക്ക് തേച്ച് വെക്കാം. ഇനി നമ്മൾ ഒന്ന് നൈസായിട്ട് വറക്കണം. അത് ഒരു കുഞ്ഞൊരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആൾ കുറയ്ക്കും. ഒടുക്കത്തെ പുളിയായിരിക്കും. അപ്പോൾ സദയം ക്ഷമിക്കുക. അതേ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. മീൻകറി എപ്പോഴും നമ്മുടെ വീക്ക്നെസ്സാണ്. നല്ല മീൻകറി കൂട്ടി ചോറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ടേസ്റ്റായിട്ടുള്ള അതിലും രസമായിട്ടുള്ളൊരു കാര്യം എനിക്കില്ല. അപ്പോൾ നമ്മൾ പലതരം മീൻ കറികൾ വെച്ചിട്ടുണ്ട്. വറുത്തിട്ടുള്ള മീൻ കറികൾ നമ്മൾ വെച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. നമ്മൾ ബംഗാളി, നമ്മുടെ അവിടെ നിൽക്കുന്ന ബംഗാളികൾ വറുത്തിട്ട് മീൻ വറുത്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ളതാണ് ഈ റെസിപ്പീൻ്റെ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വറുത്തിട്ട് മീൻ കറി വയ്ക്കുക. അതൊരു പ്രത്യേകമായിട്ട് എനിക്ക് കേട്ടപ്പോൾ തോന്നി ഭയങ്കര ടേസ്റ്റായിരിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വറക്കാൻ പറ്റിയ ഏത് മീൻ എടുക്കാം. അപ്പോൾ നമ്മളൊരു 3/4 കിലോ മീൻ ഇങ്ങനെയുണ്ട് പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വറക്കാനായിട്ട് ആദ്യം തന്നെ വറക്കാനായിട്ട് നമ്മൾ ഒരു മസാലയിൽ തേച്ച് പിടിപ്പിക്കണം. ഒരു അരമണിക്കൂർ നേരം തേച്ച് പിടിപ്പിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള പണി. അപ്പോൾ സാധാരണ നമ്മുടെ മുളക് പൊടി എടുക്കുക. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3/4 കിലോ മീൻ കേട്ടോ. പിന്നെ എടുത്തോണത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇത് കേട്ടിടത്തോളം സാധനം സൂപ്പറാണ്. പിന്നെ നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ചാറിൽ അവിടെ കിടന്ന് എന്തോരം കടിക്കുന്നുണ്ട് കണ്ട, എന്തോരം കിട്ടിയിട്ടുണ്ട് ആൾക്ക്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് പിടിക്കാനായിട്ടേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ പോരായ എന്തുകൊണ്ട് സരിതയും ജഗു കൂടി ഇല്ല. സ്കൂളിൽ പോയിട്ടിപ്പോൾ സരിതരെ വീട്ടിൽ പോയേക്കാം. ജഗുവിൻ്റെ സ്കൂളിൽ പോയിട്ടില്ലോ. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ചുണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കേട്ടാ കുറച്ചെല്ലാം തോന്നിക്കും. പക്ഷേ എല്ലാ മീനിലേക്കും തൈയും തോണ്ട് നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ബംഗാളികൾ നമ്മുടെ ഈ പണിസ്ഥലത്ത് അവർ പിലോപ്പി മീനില്ലേ, പിലോപ്പി മീൻ അവർ ഇങ്ങനെ വറുത്തിട്ട് വയ്ക്കുള്ളൂ. എന്ത് ചെയ്താലും അവർ വറക്കും. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വറക്കണം. അപ്പോൾ ഞാൻ ഒരു തവണ പിന്നെ അവർ ഈ എന്താ പറയുക കടുകെണ്ണ ഉണ്ടാക്കിയേ കടുകെണ്ണയിൽ ഉണ്ടാക്കിയേ. അപ്പോൾ അതിൻ്റെ ഒരു കുത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ പറ്റില്ല. നമ്മൾ ഈ കൂട്ടാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഇത് നമ്മുടെ കോട്ടയത്തുള്ള ഒരാളാണ് പറഞ്ഞു തന്നില്ല കേട്ടോ. കോട്ടയത്തുള്ള പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. മീനായിട്ട് നമുക്ക് തേച്ച് വയ്ക്കാം. കുളക്കോഴിയുള്ള സൗണ്ട് കേൾക്കണം. ഇപ്പോൾ കുളക്കോഴി ഇപ്പോൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ കിണറിൻ്റെ വലിയ കിണറിൻ്റെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞാൽ കുളക്കോഴി കുഞ്ഞുങ്ങൾ ഇറങ്ങും. കുളക്കോഴികൾക്ക് നമ്മളെ പേടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ മീൻ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി നമ്മൾ ഒന്ന് നൈസായിട്ട് വറക്കണം. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വറക്കാം. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ സിമ്പിൾ മീൻ വെപ്പാണ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, കൈ കേട്ടെ. അപ്പോൾ നമ്മൾ മീൻ വെച്ചിട്ട് അരമണിക്കൂറാവാറായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് വറക്കാം. കാറ്റ് തീയ നമ്മൾ വറക്കാനായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണയിൽ നമ്മൾ വറക്കാം കേട്ടോ. കുഴപ്പമില്ല. പുല്ല് തിന്നണ നോക്കിയാൽ കടി പുല്ല്. അയ്യോ നല്ല പുല്ല് തീറ്റ. പുല്ല് തിന്നണടാ. പശുവോ നോക്കിയേ. എന്താ നക്കല്. എപ്പോഴും ആളുകൂടി ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഭയങ്കര സന്തോഷകാരിയാണ്. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നമ്മൾ ഈ നോൺ സ്റ്റിക്കിലാണ് ആക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ മീൻ വറക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ മീൻ വറക്കണതിലാക്കി കഴിഞ്ഞാൽ അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മീനിൻ്റെ ഷേപ്പ് തന്നെ പോവും, പൊട്ടി ഇതായി കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒന്ന് പരക്കേണ്ട ലെവലിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒരു കുഞ്ഞൊരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആൾ കുറയ്ക്കും കേട്ടാ. അപ്പുറത്തെ പറമ്പിൽ ഒരാൾ ഈ പറമ്പോടെ പോയ ആൾ വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ചാടി കയറി പോകാൻ പറഞ്ഞ ആൾ മുകളിലേക്ക് കയറി പോയേനെ. എന്നിട്ട് ബെൽജിയം മാലിനോയ്സ ആ നായിക്കാണെങ്കിൽ അതാണ് ഇവൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മുട കയറി പോയേനെ, പ്ലാവ് മുട കയറി പോയേനെ. പക്ഷേ ആൾക്ക് പറ്റില്ല. ആളിവിടെ നാടൻ മാലിനോയ്സായി. അയ്യോ തീ കുറയ്ക്കാം. നമുക്ക് വറക്കാനായിട്ട് വയ്ക്കാം കേട്ടോ.
കൂട്ടാൻ വയ്ക്കാനെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുക വറുത്തത് തിന്നാനായിരിക്കും കേട്ടോ, അത് വേറെ കാര്യമാണ്. രണ്ട് പ്രാവശ്യം വറക്കേണ്ടി വരും. പ്രാവശ്യത്തിൽ കൊള്ളില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. 2 പ്രാവശ്യം വറക്കേണ്ടി വരും. നൈസിൽ ഭയങ്കരമായിട്ട് മൊരിച്ച് വറക്കണ്ട. ഞാൻ എന്നോട് തന്നെയാണ് പറയണത് ഭയങ്കരമായിട്ട് മൊരിച്ച് വറക്കണ്ടെന്ന്. എനിക്ക് ധൃതി കൂടുതലുണ്ട്. അതുപോലെ തന്നെ സമാധാനപരമായിട്ട് ചെയ്യണം. പോയേ വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊട്ട് സാധനിക്കണം അവിടെ തോണ്ടിരുന്നത്. എന്തൊരു കായ അല്ലേ. പച്ചക്കറികൾ അടിപൊളി തിന്നോട്ടാ. പച്ചക്കറിക്ക് അടിപൊളിയായിട്ട് തിന്നും. സാമ്പാറൊക്കെ കൂട്ടി നല്ല ചോറിനും എല്ലാം കഴിക്കും. അതൊക്കെ ഇന്നതൊന്നുമില്ല, നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ അതിൽ പറയില്ലേ, നമ്മുടെ ഈ ഏരിയമ്മ ചേർത്തീരതിൽ പറയില്ലേ, കള്ളനോട് ചോദിക്കില്ലേ ഈ നോൺ വെജ് കഴിക്കില്ലെന്ന് പറയില്ലേ കള്ളൻ. അതുപോലെയാണ് ഇവനെല്ലാം കഴിക്കും. കള്ളൻ്റെ പോലെയല്ല. കള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളും കുടിക്കില്ല, ഇറച്ചി മീനും കഴിക്കില്ല. ഇതാടെ അങ്ങനെയല്ല. എല്ലാം എന്തൊരു ചാലയെ കിട്ടിയോണത് തിന്നാനായിട്ട്. നല്ല കടിയാണല്ലോ. എന്തൊരു കായാണല്ലോ തിന്നത്. എന്തൊരു തേങ്ങനാവാ. മീൻ മൊരീനാണ് തന്നെ രസം. വേപ്പില പൊടിച്ചാ നമ്മളെ നോക്കി നിറച്ച് വേപ്പിലേ കേട്ടാ. നല്ല തളിർത്ത വേപ്പില, ബെസ്റ്റ് വേപ്പില. ഇതാ കഴിഞ്ഞ എൻ്റെ പരിപാടി കഴിഞ്ഞറാ. കഴിഞ്ഞ മറിച്ചതാറായിൻ്റെ തോന്നും. മീനേ മറിച്ചതാറായിൻ്റെ ഇതോട് തീ കൂട്ടാം. വല്ലാണ്ട് തീ കുറച്ചിട്ടുണ്ടെങ്കിൽ മീൻ എണ്ണ കുടിച്ചുകൊണ്ടിരിക്കുള്ളൂ. കോട്ടയംകാർ ഇങ്ങനെ മീൻ വറുത്തിട്ട് വെക്കുമെന്ന് എനിക്കറിയില്ല കേട്ടാ. ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ കോട്ടയത്തുള്ളവർ പറയും ഞങ്ങളിങ്ങനെ ചെയ്യാറില്ല എന്ന് പറയും. ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ടെ. വറക്കലിപ്പ് കഴിയും. മീൻ ഫസ്റ്റത്തെ വറക്കലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാം. കണ്ടാ ഈ ലെവലിൽ മതി. ഭയങ്കരമായിട്ട് വറുത്തിട്ടില്ലേ നമ്മൾ. കാണാൻ എന്ത് രസം. ഒരു വട്ടം കൂടി വറക്കണം. എനിക്ക് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടാ. ടേസ്റ്റ് അടിക്കുന്നു. പൊട്ടി പോകാൻ വേണ്ടി താത്ത നമ്മുടെ ചട്ടിയിലാണ് കൂട്ടാൻ വെക്കിയിട്ടുണ്ട്. സ്ഥിരം ചട്ടിയിൽ അടിയിൽ കരിൻ്റെ കരി തേച്ചിട്ടും പോകണില്ല. അവിടെ കുടിയിൽ വെച്ചല്ലേ. മീൻ കഷ്ണം ഒരെണ്ണം തിന്നാനായിട്ട് കൊതി കുറേ നേരം നിൽക്കണം വറുത്തതേ. അത് ചെയ്യാണ്ടും പറ്റിയില്ല, ഭയങ്കര ചൂടാണ്. എന്നാലും ഞാൻ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ. മീൻ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ടുള്ളതാണോ ടേസ്റ്റ്, ഇതാണ് മീൻ വറുത്താണ് ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. ഭയങ്കര ചൂട്, നല്ല രസമുണ്ട് കേട്ടോ. ഗംഭീര ടേസ്റ്റ്. അതിന് മുള്ളിട്ട് കൊടുത്തത് അറിഞ്ഞിട്ടി. മുള്ളുന്നാ മുള്ള് മൂത്രമുള്ളല്ല പറഞ്ഞ മുള്ള്, മീൻ്റെ മുള്ള്. കൈ കേട്ടാ. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് വെച്ച് തുടങ്ങാം. ഇങ്ങനെ ആകുമ്പോൾ മീൻ ഉടയില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ മീനിൻ്റെ കഷ്ണത്തപ്പോൾ മാത്രത്തിൽ മസാല കൂടുതലുണ്ട്. അതിന് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കരിച്ചിലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരിത് അങ്ങനെ മീൻ വറക്കൽ കഴിഞ്ഞപ്പോഴേക്ക് എന്താ രസം കാണാൻ. നമുക്ക് നമ്മുടെ മീനിൻ്റെ ചട്ടി വയ്ക്കാം. അപ്പോൾ ഈ മീൻ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ എണ്ണ തെളി എണ്ണയിട്ട് എടുക്കുക കേട്ടോ. ഇതേ ഇതിൽ ഒഴിക്കാം. നമുക്ക് വേറെ പിന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കേട്ടോ. തന്നെ മതി. കൊറ്റൻ വേണ്ട നമുക്ക്. കഴിയുമ്പോൾ കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ മീൻ കറി വയ്ക്കാനായിട്ട് നമ്മൾ കടുക്, ഇതിന് വേണ്ട സാധനങ്ങൾ കേട്ടോ. കടുക്, പിന്നെ 2 കുടപ്പുളി ചീന്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടപ്പുളി വളരെ കുറവാണ് എടുത്തോണത്. പിന്നെ ഒരു വലിയ നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും കൂടി ചേർന്നിട്ടുള്ളത്. പിന്നെ വിനാഗിരി, പിന്നെ ഇഞ്ചി കൂടുതൽ നീളത്തിൽ അരിഞ്ഞത്,
പച്ചമുളക് ഒരു 3-4 വെളുത്തുള്ളി ഒരു 5-6 അരിഞ്ഞത്, ഒരു സബോള എടുത്തിട്ടുണ്ട് നന്നായി നീളത്തിൽ അരിഞ്ഞത്, തക്കാളി കുനുകുനുന്ന് അരിഞ്ഞത്, വേപ്പില, ഉപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് എടുത്തോണ്ടത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 3 തരം പുളികൾ വരുന്നുണ്ട്. കോടപ്പൊടി, വിനാഗിരി, തക്കാളി, അങ്ങനെ 3 പുളികൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. കടുക് കാച്ചാൻ പോകണം, അല്ല കടുക് പൊട്ടിക്കാൻ പോകണം. കടുകാണ് ഈ അറിയാലോ, നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള അങ്കമാലി തൊട്ടിട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാവരും കടുക് കൂട്ടാൻ മീൻ കൂട്ടാൻ പൊട്ടിക്കാറുണ്ട്. ഒരുവിധം പേരൊക്കെ കേട്ടാ കടുക് ഇടാം അല്ലേ, പൊട്ടും എന്ന് വിചാരിക്കുക. ആ അതെ, പൊട്ടിപ്പോകുന്നു. പൊട്ടിയില്ല ഇപ്പോൾ പൊട്ടും. കടുക് പൊട്ടറാ, എന്താ പൊട്ടാത്ത? കടുക് പൊട്ടിയില്ല. അതെപ്പോഴാണ് പൊട്ടാൻ തുടങ്ങണം കേട്ടോ കടുക്. അതേ പൊട്ടി. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സവാളയില്ലേ അത് ഇടാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി കുനുകുനുന്ന് അരിഞ്ഞിടാം, പച്ചമുളക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിടാം. നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ 4 വർഷം സംഘം. ഞാൻ സാധാരണ നമ്മളിവിടെ വയ്ക്കുമ്പോൾ ഈ സരിത വയ്ക്കുമ്പോൾ ഈ സവാളയില്ലേ അത് കുനുകുനുങ്ങനെ ഇതേപോലെ ഈ തക്കാളിയുടെ പോലെ ഇതിനേക്കാളും ചെറുതായിട്ടായിരിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല. കടുക് പൊട്ടിച്ചിട്ട് ഈ വക സാധനം ഇടുമ്പോൾ ഒരു പ്രത്യേക മണം വരാം. അപ്പോൾ ഞാൻ ആലോചിക്കും, ഈ കടുകെണ്ണയിൽ ഉണ്ടാക്കിക്കൂടെ എന്ന് വിചാരിക്കും. കടുക് ഇന്നാണല്ലോ കടുകെണ്ണ ഉണ്ടാക്കുന്നത്. പക്ഷേ കടുകെണ്ണയുടെ മണം ആളുകൾക്ക് ഇഷ്ടമല്ല, പക്ഷേ കടുക് ആളുകൾക്ക് ഇഷ്ടമാണ്. എന്താണ് അങ്ങനെ? തീ ഇതിരി കുറയ്ക്കാം, ഭയങ്കര തീയായി. നൈസ് തീരാവട്ടെ. ഇവിടെ വക്കത്ത് പിടിക്കാനായിട്ട് ഈ സാധനം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കതിര് വേപ്പില കേട്ടാ. അത് 2 കതിര് വേപ്പില നമുക്ക് ഇടാം, ഒരു കുഴപ്പമില്ല. ആരാണ്ട് പറഞ്ഞു, ഗൾഫിലുള്ള ഒരാൾ നമ്മൾ പറഞ്ഞു, ഈ വേപ്പിലയില്ലേ, ഈ വേപ്പിലയുടെ തണ്ട് ഇങ്ങനെ കുരുകുരുന്ന കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ഇതിലേക്ക് ഇടുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇറച്ചിയിലൊക്കെ മുഴുവനായിട്ട് ഇടും. ഓരോ ചെറിയ മാറ്റങ്ങളും നമ്മുടെ എന്താ പറയുമ്പോൾ രസത്തിനെ അങ്ങോട്ട് ഉദ്ദീപിപ്പിക്കുന്നു പറയില്ലേ. വാടത്തെ നന്നായി അങ്ങോട്ട് വാടത്തെ, മൊരിയട്ടെ. ഇത് വിറകടുപ്പ് വെച്ചിട്ടില്ലേ, ഭയങ്കര ടേസ്റ്റായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. അവിടെ വയ്ക്കണ്ടായിരുന്നു, കുടിയിൽ വയ്ക്കണ്ടായിരുന്നു സരിതില്ല. അപ്പം പിന്നെ ഞാൻ വയ്ക്കാൻ തീരുമാനിച്ചു. നോക്കിയാൽ നമ്മുടെ സബോള ഈ ഇത് കൂട്ടില്ലേ കിലുന്നിനായി തുടങ്ങിയിട്ടാ കേട്ടാ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി ഇടാം. നമ്മൾ വറക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട്, എന്നാലും പോരാ. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ മറ്റേ സാധനമില്ല, എന്താ പറയുക, മല്ലിപ്പൊടി ഇല്ല കേട്ടാ. ഇല്ലേ, മുളക് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തുടങ്ങി. അപ്പോൾ നമ്മൾ പുളിക്കുള്ള ഫസ്റ്റ് സാധനം ചേർക്കാൻ പോകും കേട്ടോ. തക്കാളി കുനുകുനുന്ന് അരിഞ്ഞത്, ഒരു വലിയൊരു തക്കാളി. എല്ലാവർക്കും അറിയാലോ, മുളകിനേക്കാളും മുന്നേ തക്കാളി ഇടാൻ പാടില്ല. എന്താ ഗ്ലാമർ കൂടി അടിപൊളിയായിട്ടാ സാധനം. റേഞ്ച് മാറി തുടങ്ങി. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുളക് കരിയില്ല. മുളകല ഈ ബാക്കിലൊന്നും അങ്ങനെ കരിച്ച് പറ്റില്ല. തക്കാളിയുടെ നനവുണ്ടല്ലോ, വെള്ളം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ തക്കാളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായി, ഭയങ്കര ഭംഗി. അപ്പോൾ നമുക്ക് അടുത്ത പുളിക്കുള്ള സാധനം ചേർക്കാം. വിനാഗിരി അഥവാ ചൊറുക്ക ഒരു വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിക്കാം കേട്ടോ. സ്വൽപ്പൊടി ഒഴിക്കാം. മീനാകുമ്പോൾ പുളി വേണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്നിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നോക്കിയാൽ നമ്മുടെ അടുത്തത് കേട്ടോ കുടംപുളി ഇടുന്നു കേട്ടോ. ഇതിൻ്റെ വെള്ളം അടക്കം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നല്ലൊരു കൂട്ടായിട്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. തക്കാളിയൊക്കെ എനിക്ക് അലിഞ്ഞ് ചേർന്ന് തുടങ്ങി. സവാള അലിഞ്ഞു, ഇഞ്ചിയുടെ ഇത് മാത്രം അലിഞ്ഞിട്ടില്ല. അപ്പോൾ ഭയങ്കര രസമായി. നോക്കിയപ്പോൾ ഈ സാധനം നോക്കിയാൽ ഗംഭീരം കേട്ടാ. നല്ല കുഴമ്പ് പരിവായി തുടങ്ങിയിട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ മീൻ വറുത്തരിക്ക് ഉപ്പ് ചേർത്തു, എന്നാലും നമുക്ക് കുറച്ചും കൂടിയും ഉപ്പ് ചേർക്കേണ്ടി വരും. ഇതിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. എല്ലാം കൂടിയിട്ടായിട്ടുള്ള ഒരു ഉഗ്രൻ മണം മാത്രമല്ല, ഇത് ബെസ്റ്റ്. ഈ ഉപ്പ് ഇത്രയ്ക്ക് ചേർത്തില്ലെങ്കിൽ നമുക്കൊരു ചമ്മന്തിയായിട്ട് ചോറിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒടുക്കത്തെ പുളിയായിരിക്കും.
കണ്ട സാധനം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് നമ്മുടെ നാളികേരം പാലാണ് ഇരിക്കും ഒഴിക്കാൻ പോണത്. ഒരു വലിയ നാളികേരത്തിൻ്റെ 1-ാം പാൽ 2-ാം പാൽ ചേർന്നിട്ടുള്ള നാളികേരം പാലാണ് ഒഴിക്കുന്നത് കേട്ടോ ഇരിക്കും. നാളികേരം പാൽ ചേർത്തോടി ആളുമ്പോണ്ടായി ഇതുവരെ തിളച്ച് താങ്ങിയും ഇവിടെ നമുക്ക് ഇരിക്കുക പൊറിയ നടന്നില്ല. നാളികേരം പാൽ ചേർത്തോടിയിട്ട് ഞാൻ ശാന്തനായി എന്ന് പറഞ്ഞു. നല്ല ഭംഗി ഇത് തിളയ്ക്കണം. നമ്മുടെ പണി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡാ ചാർലി നിർച്ചീനോ എന്നിട്ടാ അവിടെ കിട്ടിയേ എല്ലാം കിട്ടിയാ? ഒന്നുമില്ലല്ലേ, പുല്ല് തിന്നാന്നൊക്കെ നടക്കണം. തീരെയില്ലേ, ഒന്നും പറ്റില്ല. അതായത് നമുക്കൊരു അബദ്ധം പറ്റി, നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നത് റെക്കോർഡായില്ല. അപ്പോൾ ഇത് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു കേട്ടോ അതിലേക്ക്. വറുത്ത് പെട്ടുണ്ടാ? വറുത്ത് തിന്നണത് പെട്ടുണ്ടാ? അത് കുഴപ്പമില്ല. അപ്പോൾ ഒരു വറുത്തത് ഞാൻ എടുത്ത് തിന്നു കേട്ടാ. മീൻ കഷ്ണങ്ങൾ ഇതിലിടുന്നത് കണ്ടില്ല നമ്മളുള്ള, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റെക്കോർഡിൽ ഞെക്കാൻ മറന്നുപോയി. അപ്പോൾ സദയം ക്ഷമിക്കുക. മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീയാക്കാം. കഷ്ണങ്ങൾ കണ്ട നമ്മുടെ കേൾക്കുന്നുണ്ടോ അതിൽ? സാധാരണ ഒരു കളറല്ല ഈ മീൻ കൂട്ടാൻ കേട്ടാ. തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നാളികേരം പാലത്തെ എണ്ണയെടുത്ത് തെളിയും. ആദ്യം നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് തീ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളറ് വരും. മീൻ കഷ്ണം ഇടുന്നത് പെട്ടിലാണ്. സാരില്ല, കുഴപ്പമില്ലല്ലേ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാം. മീൻ കഷ്ണം അതായത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ബാക്കി വന്നാലേ ബാക്കി വരത്തിച്ചാണ് കേട്ടോ നമ്മളേക്ക് തിന്നാനായിട്ടേ. അത് ഞങ്ങൾ തിന്നു കഴിഞ്ഞു. അപ്പോഴാണ് ലാസ്റ്റായി കൂട്ടാൻ. എൻ്റെ പരിപാടി ലാസ്റ്റായിട്ടാ. ആ കുടംപുളിയിലൊക്കെ മണം വരുന്നുണ്ട്. കുടംപുളി പിന്നെ 2 ചീള ഇട്ടിട്ടുള്ളൂ. ഇതിനൊരു കട്ടി ടൈപ്പ് കൂട്ടാനായിരിക്കും. കട്ടി കൂടുതലുള്ള ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം പോലുള്ള കൂട്ടാനല്ലത്. അത്യാവശ്യം കട്ടിയുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി കട്ടിയുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കാൻ പറഞ്ഞിട്ടില്ല ഇതിൽ, അതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല നമ്മൾ. പിന്നെ മീൻ കഷ്ണം വേഗം വറുത്തപ്പോൾ വെന്തിട്ടുള്ള കാരണം നമുക്ക് പിന്നെ അതിന് അധികം സമയം കിട്ടണ്ട. നമുക്ക് നാളികേരത്തിൻ പാലിലത്തെ എണ്ണ തെളിയുന്ന പ്രശ്നം മാത്രമുള്ള സമയം വരുന്നുള്ളൂ. ഇടയ്ക്ക് നമുക്കൊന്ന് ചിറ്റിക്കാം. ഇളക്കണ്ട, ചിറ്റിക്കാം. ഇളക്കണ്ട നമുക്ക് നന്നായി കുറുകി. അപ്പോൾ ഇനി തീ നമുക്ക് വളരെ കുറച്ചാക്കാം. വേണ്ടാന്ന് തന്നെ പറയാം. ചട്ടി ഭയങ്കരമായിട്ട് ചൂടുണ്ടല്ലോ. തീ ഭയങ്കരമായിട്ട് കുറച്ച് കേട്ടോ. ഇതിനെന്തിനാ ഉലുവപ്പൊടി വേദരം പറഞ്ഞിട്ടില്ല. ഉലുവപ്പൊടി ഒരു സ്വല്പം ഇറക്കണ ടൈമിൽ നിന്ന് വേദര ഇങ്ങനെ ഉണ്ടെന്ന് വേപ്പിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും വേറൊരു ടേസ്റ്റ് കൂടിയും വരും. അത് പറഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ അത് പ്രകാരം ചെയ്യുന്നില്ല. അത് പ്രകാരമല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നില്ല. നിങ്ങൾ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോട്ടെ. ഉപ്പൊരു സ്വല്പമാണ് ചേർക്കാം. ഉപ്പൊരു പൊട്ട് ഇടുന്നുണ്ട് കേട്ടോ. പുളിയൊക്കെ ഉണ്ട്, പുളിയൊക്കെ പാതനുണ്ട്. ഉപ്പിൻ്റെതാണ് ഇത്തിരി. കണ്ട നല്ല കട്ടി ചാറായി. ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ പടയ്ക്കാനായിട്ട് അടിപൊളി സാധനമായിരിക്കും ഇത്. കണ്ട നല്ല കൊഴുത്ത ചാറാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഒരു കൂട്ടാനിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ വറുത്തത് നമ്മൾ കഴിച്ചു. നല്ല കൊഴുത്ത ചാറ്, അടിപൊളി ചാറാകണ്ട. ഭയങ്കര ചൂടാ. ചാറിന്ന് ഊതി കുടിച്ചു വിടുകയാണ് ഞാൻ പറഞ്ഞേട്ടാ. ഞാൻ വേറെ തെറ്റിദ്ധരിക്കരുത്. ബെസ്റ്റ് ചാറ്. ആഹാ, പറ്റിയ പുളി. കഷ്ണം ഭയങ്കര ചൂടാണ്. പോലെ തന്നെ ഇരിക്കണം. വായ പൊള്ളുന്നതുകൊണ്ട് നമ്മളെ മീൻ കഷ്ണേ. വറുത്ത മീൻ കഷ്ണമാകുമ്പോൾ നമ്മൾ ഇതുവരെ കഴിക്കാത്ത രുചിയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പച്ചവടയിൽ നമ്മൾ ഇടാറ് മീൻ കഷ്ണം. വറുക്കുമ്പോൾ അതിൻ്റെ ബലം. അടിപൊളി കൂട്ടാനാ കേട്ടോ.
ഞാൻ അവിടേക്ക് കൊണ്ടുപോയി അവർ പറയും വായിൽ വയ്ക്കാൻ കൊള്ളില്ല എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോറിനേക്കാളും ചോറിന് അടിപൊളി തന്നെ. വെള്ളയപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ പറ്റിയ സാധനം കൂട്ടാനാണ്. നല്ല രസം. നെയ്മീനാണെങ്കിൽ മിന്നിക്കും. ഈ മീനും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് കൂട്ടാൻ അവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവരോട് ചോദിക്കാം കേട്ടോ. അതുവരേക്കും എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ കൂട്ടാനും കൊണ്ടിട്ട് സരിതയുടെ വീട്ടിൽ വന്നു. ദേവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവർ ചോറിൻ്റെ അഭിപ്രായം പറയും. എന്തൊട്ട് അഭിപ്രായം പറയല്ലേ? ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. നമ്മുടെ അന്നത്തെ കോഴി കാർപ്പൂലൊക്കെ കണ്ടെങ്കിൽ വണ്ടനായി കണ്ട. കോഴി കാർപ്പൂലല്ലേ, വലിയ കോഴി എന്നിട്ട് പറയാ വലുതായി വലുതായി. അപ്പൊ ഇവിടെ മീൻ കൂട്ടാൻ ഇതിന് വളമ്പി കഴിക്കുമ്പോ അറിയാം. ചോറ് എടുക്കട്ടെ. ചോറ് എടുക്കട്ടെ. 8:05. മീൻ കഷ്ണം ഇടാൻ പോവാ അച്ഛന്. അയ്യേന്നാ മതിയാ? കഴിച്ചു നോക്കിയ ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിക്കേ. കാളാഞ്ചി. കാളാഞ്ചി അങ്ങനെ ഒരു മീനുണ്ട്. വാവങ്ങട് വാ. നമ്മുടെ ഇവിടെ ജലിച്ചേട്ടനും ഷാജി ചേച്ചിയൊക്കെ ഉണ്ട്. നമ്മൾ ഒരു വട്ടം പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണിക്ക് ഉണ്ടാക്കിയിട്ടില്ലേ, ജലിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയായിരുന്നു. അപ്പം അവര് നോമ്പ് തുറക്കുന്ന ടൈമിൽ അവർക്ക് പള്ളിയിൽ നിന്ന് ജീരകക്കഞ്ഞി കൊണ്ടുവരും. ആ കൂട്ടത്തിൽ നമുക്കും ഒരു പാത്രം കൊണ്ടുവരും. അപ്പം അങ്ങനെ ജീരകക്കഞ്ഞി കൊണ്ടുവന്ന് കുടിച്ച് വയറ് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ചോറ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അച്ഛൻ ജീരകക്കഞ്ഞി കുടിച്ചിട്ടില്ലല്ലോ? ജഗ്ഗൊന്നും ചോറിനെ വിളിച്ചിട്ട് അത് കാരണം വരുന്നില്ലേ. അവരൊക്കെ 2-3 ഗ്ലാസ് കുടിച്ചു ജീരകക്കഞ്ഞി. ഇവിടെ ലേശം കുടിച്ചു നോക്ക്, ടേസ്റ്റ് നോക്കാനാ. കുടിക്കാനല്ല, കഴിക്കാൻ വാ. വാ പ്രയാഗം കിടുവാ മാമുണ്ണ. ജീരകക്കഞ്ഞി വേണ്ട. അയ്യേ എന്ന് പറഞ്ഞത് അച്ഛൻ ഇട്ട വശം. അത് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ചാറില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇതായത് ഒരു അയ്യേ എന്ന് തോന്നിയത് കഴിച്ചു തുടങ്ങിയപ്പോഴാട്ടാ അത് അടിപൊളിയായി. മീൻ കഷ്ണം എങ്ങനെയുണ്ട് നോക്കി വെച്ചാ. മീൻ കഷ്ണം പകുതി കഴിഞ്ഞു. അപ്പൊ അടിപൊളി. സാധാരണ ഇവിടെ മീൻ കൂട്ടാൻ വെച്ചാൽ കഷ്ണം ചെലവാവാറില്ല, ചാറ് മാത്രം ചെലവാറുള്ളൂ. ഇപ്പൊ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്ന് ഇവിടെ മീൻകറി ആണെങ്കിൽ ഉള്ള കഷ്ണം മുഴുവൻ അമ്മ കോരി ചേട്ടനെ ഇട്ട് കൊടുക്കും. ഇവിടെ ആരും ഇല്ല അജു കഴിക്കാനായിട്ട്. അജു കഴിച്ചോന്ന് പറഞ്ഞു. അത് തിന്നണം മുഴുവൻ ചുമതല എനിക്ക്. അതന്നെ. അപ്പൊ അച്ഛൻ മീൻ കഷ്ണം കഴിച്ചു. അപ്പൊ സാധനം അടിപൊളിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ വീഡിയോ കണ്ട് അമ്മോട് അത് മരി വെക്കാൻ പറഞ്ഞാൽ മതി. അമ്മേ